ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് റോസ്മേരി വാട്ടറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ റോസ്മേരി എടുത്തിട്ടുണ്ട്, തണ്ടോട് കൂടിയിട്ടാണ് നമുക്ക് മരുന്ന് കടയിൽ നിന്ന് കിട്ടിയത്, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ എങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇതിങ്ങനെ ഇട്ടാൽ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മതി. നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്, അതിന് ശേഷമാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം, കാരണം അത് നന്നായി വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ വരും. പിന്നെ അതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുടിക്ക് നല്ല ഒരു സിൽക്കി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് കരിഞ്ജീരകമാണ് കേട്ടോ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം അറിയാമല്ലോ, മുടി കറക്കാനൊക്കെയാണ്, പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഒരു 1/2 ടീസ്പൂണും കൂടി കൂടുതൽ ഇട്ടു, ഇപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര അളവ് വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ അതിന് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തിളച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ആദ്യം ഇത് തിളയ്ക്കാനായിട്ട് വിടുക. ഇതിങ്ങനെ തന്നെ തിളയ്ക്കട്ടെ, ഇതൊന്നും ഇളക്കേണ്ട കാര്യമില്ല, കാരണം മറ്റേ കമ്പ് എടുക്കുന്ന പോലത്തെ സാധനം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ കിടന്ന് അത് ഒരു തിള കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് ചുങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് തിളയ്ക്കാനായിട്ട് വിടാം. കണ്ടോ, ഇപ്പോൾ തിളയൊക്കെ കഴിഞ്ഞപ്പോൾ ആ കമ്പൊക്കെ നല്ല രീതിയിൽ അതിൽ ചുങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തിളക്കട്ടെ, നല്ല രീതിയിൽ കുറച്ച് നേരം കൂടി തിളക്കട്ടെ. ഒരുവിധം തിളച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് നേരം കൂടി തിളയ്ക്കണം, നല്ല രീതിയിൽ തിളയ്ക്കാൻ വിടാം. പിന്നെ റോസ്മേരി വാട്ടറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നല്ല രീതിയിൽ മുടി വളരാനായിട്ട് ബെസ്റ്റാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ചും കൂടി നല്ലതാണ്. അപ്പം നമ്മൾ പലവട്ടം പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാമെന്ന്. കാരണം ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ നല്ലതാണ്. ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് സ്പ്രേ ബോട്ടിലാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ റോസ്മേരി വാട്ടർ. പിന്നെ കുറേ പേര് ഇത് റിവ്യൂ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. തിള അങ്ങനെ നല്ല രീതിയിലാവുമ്പോൾ നമുക്കത് എന്താ പറയുക, ഫുള്ള് ഫ്ലെയിം കുറച്ച് മിനിമം ഫ്ലെയിമിലിടാം കേട്ടോ. അപ്പോൾ അതൊന്നും തിളക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. 2 വീക്കിലൊക്കെ സൂക്ഷിക്കാവുന്ന അത്ര ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാര്യമില്ല, കാരണം അത് ചീത്തയായി പോകുമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചാലും 2 വീക്കിലേ ഇരിക്കത്തുള്ളൂ. അപ്പം ഇതിങ്ങനെ നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. ഇനി നമുക്കത് കുറയ്ക്കാം, എന്തായാലും തിളച്ചിട്ടുണ്ട്, ഇനി കുറയ്ക്കാം. അപ്പം ഞാനതൊന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ്, കാരണം ഈ കമ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇലകൾ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ഉള്ളില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇല പറിച്ചിട്ട് ഇടാം കേട്ടോ. എനിക്ക് നല്ല ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ടത്. ഇതായാലും നമുക്ക് എസൻസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അപ്പം ഇപ്പം അതേ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തിളച്ച് പതയുന്ന കണ്ടോ, കാരണം നമ്മളിതിൽ ഉലുവ ഇട്ടിട്ടുണ്ട്. ആ ഉലുവയ്ക്ക് ഒരു പതച്ചിലുണ്ട്, അതാണ് ഈ പതയുന്നത് കണ്ടോ. നല്ല രീതിയിൽ പതഞ്ഞ് പൊന്തുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാമെന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ഏറ്റവും കുറവിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇതിൽ അങ്ങനെ തന്നെ കിടന്ന് അങ്ങ് വേവട്ടെ. വെന്ത് നമുക്ക് നല്ല രീതിയിൽ അതിൽ എസൻസൊക്കെ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേവാൻ വിടാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതേ കണ്ടോ, വെന്ത് നമ്മുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ്സാണ് വെള്ളമാണ് എടുത്തത്, ഇപ്പോൾ അതൊരു ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയുക, ഈ സാധനം നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം അതിങ്ങനെ വേവിക്കാൻ വിടുകയാണ്. അത് അത്രയും വെന്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് അതിൻ്റെ എസൻസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാടായിട്ടുണ്ട്, നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഓഫാക്കിയിട്ട് നമുക്കിതിനി സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. സ്ട്രെയിൻ ചെയ്തെടുക്കണതേ നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. ഓക്കെ, അതിൻ്റെ പുക വന്നിട്ടാണ് നമ്മുടെ ക്യാമറ അടക്കം ഇതായത്. അപ്പോൾ ഇനി ഇത് സ്ട്രെയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ഒരു അരിപ്പ പോലത്തെ പാത്രം എടുത്തിട്ട്
നമ്മളിതിലത്തെ വെള്ളം മാത്രം ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ബാക്കി അതിൻ്റെ കൊറ്റൻ എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുക, അത് കളഞ്ഞിട്ടുണ്ട്. നമുക്കിതേ നമ്മുടെ അടിപൊളി റോസ്മേരി വാട്ടർ. കളർ എന്താ മറ്റേ കളർ പോലെയല്ലേ, നമ്മളിതിൽ കരിഞ്ജീരകം ചേർത്തതുകൊണ്ടാണ് കേട്ടോ ഈ കളർ വന്നത്. കാരണം കരിഞ്ജീരകം കറുത്തിട്ടല്ലേ, അപ്പോൾ ആ കറുപ്പും ഒരു ഗ്രീൻ കളറും കൂടുമ്പോഴാണ് ഈ കളർ വരുന്നത് കേട്ടോ. കുഴപ്പമില്ല, കളറിലൊക്കെ എന്തിരിക്കും, നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അടിപൊളി റോസ്മേരി വാട്ടർ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2 വീക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ബൈ.